ഓപ്പോയുടെ F9 സീരീസിലെ F9 പ്രോയും F9 പ്രോ പ്ലസും ഇന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഓപ്പോ F9 പ്രോ ആൻഡ് പ്രോ പ്ലസിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യുക. ഓപ്പോയുടെ F9 സീരീസിൽ വരുന്ന ഓപ്പോ F9 പ്രോയും ഓപ്പോ F9 പ്രോ പ്ലസ് എന്ന് പറയുന്ന രണ്ട് ഫോണുകൾ ഇന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. രണ്ട് ഫോണുകളിലും ക്വാഡ് ക്യാമറ സെറ്റപ്പുമായിട്ടാണ് വരുന്നത്. സൂപ്പർ AMOLED ഡിസ്പ്ലേ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഓപ്പോയുടെ ഒരു ഫോൺ തന്നെയായിരിക്കും ഈ F90. F സീരീസിലെ രണ്ട് ഫോണുകളാണ് ഇന്നിപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 11ലാണ് ഈ രണ്ട് ഫോണുകളും വരുന്നത്. ഇപ്പോൾ ഒരുവിധം എല്ലാ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളും 5G ഫോൺസ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പോയുടെ ഈ F19 പ്രോ പ്ലസ് എന്ന് പറയുന്ന ഫോണിൽ നമുക്ക് 5G കൂടി ലഭിക്കുന്നുണ്ടെന്നാണ് ഇപ്പം അറിയാൻ കഴിയുന്ന വിവരം. ഈ ഫോണിൽ MediaTekൻ്റെ Dimensity 800U ആയിരിക്കും വരുന്ന പ്രോസസ്സർ. പിന്നെ ഓപ്പോ F19 പ്രോ പ്ലസ്സിൽ 4G സപ്പോർട്ടായിരിക്കും. MediaTekൻ്റെ ഹീലിയോ P95 എന്ന് പറയുന്ന പ്രോസസ്സർ ആയിരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. രണ്ട് കളർ വേരിയൻറ്റിലായിരിക്കും ഈ ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഫ്ലൂയിഡ് ബ്ലാക്കും സ്പേസ് സിൽവർ എന്ന് പറയുന്ന രണ്ട് കളറിലായിരിക്കും. ഓപ്പോ F19 പ്രോ പ്ലസിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഓപ്പോ സൂപ്പർ AMOLED ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സെറ്റപ്പ് ഫോൺ തന്നെ ആയിരിക്കും ഈ ഓപ്പോ F90 പ്രോ പ്ലസ്. 20:9 എന്ന് പറയുന്ന ആസ്പെക്റ്റ് റേഷ്യോ തന്നെയാണ് ഈ ഫോൺ വരുന്നത്. വലിയ കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും ഈ ഫോൺ കൊടുത്തിട്ടില്ല. 60 ഹെർട്സിൻ്റെ ഒരു റിഫ്രഷ് റേറ്റ് ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. 90.8% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ MediaTekൻ്റെ Dimensity 800U എന്ന് പറയുന്ന 5G പ്രോസസ്സറാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഫോണിൽ നിന്ന് ലഭിക്കും. LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ColorOS 11.1 ഉപയോഗിച്ചിട്ടാണ് രണ്ട് ഫോണുകളും വരാൻ പോകുന്നത്. ഇതിൻ്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ 48 മെഗാ പിക്സലിൻ്റെ f1.7 അപ്പർച്ചറിലുള്ള മെയിൻ ക്യാമറയാണ്. 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൂടാതെ 2 മെഗാ പിക്സലിൻ്റെ പോർട്രേറ്റ് സെൻസറും 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസുമായിട്ടാണ് ഈ ഫോൺ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. 60 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പർച്ചറിലുള്ളതാണ് സെൽഫി ക്യാമറ ഈ ഫോണിൽ വരുന്നത്. ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്കൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റും വരുന്നുണ്ട്. 4310 mAh ബാറ്ററിയും 50 വാട്ടിൻ്റെ ആണ് ഫാസ്റ്റ് ചാർജിങ് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നത്. Type-C പോർട്ടുമായിട്ടാണ് ഈ F9 പ്രോ പ്ലസ് വരുന്നത്. ഇനി ഓപ്പോ F9 പ്രോയുടെ കുറച്ച് സ്പെക്സ് കിട്ടിയിട്ടുണ്ട്. 6.43 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. 48 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് തന്നെ ആയിരിക്കുന്നതാണ് അറിയാൻ കഴിയുന്നത്. ബാക്കി ക്യാമറ സ്പെസിഫിക്കേഷൻസ് ഒന്നും ഇപ്പോൾ ലഭ്യമല്ല. 8GB 256GB വേരിയൻറ്റ് വരെയുള്ള ഹയർ ഓപ്ഷനുകൾ ഈ ഫോണിൽ ഉണ്ടാവും. 30 വാട്ടിൻ്റെ ആയിരിക്കും വോക്ക് ചാർജിങ് ആണ് ഈ ഫോണിൽ വരുന്നത്. ഫാസ്റ്റ് ചാർജിങ് അല്ല. 4310 mAh ആയിരിക്കും ബാറ്ററി. ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസ് ഒന്നും ഇപ്പോൾ കമ്പനിയുടെ സൈഡിൽ നിന്ന് നമുക്ക് ഔട്ട് ചെയ്ത് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ വെച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഈ ഫോണിൻ്റെ വില വരുന്നത് ഓപ്പോ F9 പ്രോ പ്ലസ്സിൽ ഒരു വേരിയൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. ആ വേരിയൻറ്റ് 8GB 128GB വേരിയൻറ്റിന് 25,990 രൂപയാണ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ വില വരുന്നത്. പ്രോയിൽ രണ്ട് വേരിയൻറ്റ് വരുന്നുണ്ട്. 8GB 128GB വേരിയൻറ്റും 8GB 256GB വേരിയൻറ്റും. 8GB 128GB വേരിയൻറ്റിന് 21,490 രൂപയും 8GB 256GB വേരിയൻറ്റിന് 23,490 രൂപയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വില. ഈ ഫോണിൻ്റെ സെയിൽ ആരംഭിക്കുന്നത് മാർച്ച് 17 മുതലാണ്. പ്രീ ഓർഡറൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആമസോൺ വഴിയായിരിക്കും ഈ ഫോണിൻ്റെ സെയിൽ നടക്കുക എന്നാണ് ഇപ്പം പറയുന്നത്. പിന്നെ പ്രോയുടെ 8GB 256GB വേരിയൻറ്റ് മാർച്ച് 25-നാണ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഫോണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക.